നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സിട്രോണിൻ്റെ കൂട്ടത്തിലാണ്. അതായത് സിട്രോൺ C3Xൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള രണ്ട് വാഹനങ്ങളുണ്ട്. രണ്ടും സിട്രോൺ C3യുടെ തന്നെ ബേസ് വേരിയൻ്റ് ആണ്. അതായത് ഈ കാണുന്നതും ബേസാണ്, ഈ കാണുന്നതും ബേസാണ്. പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ബേസ് ആണെന്ന് തോന്നുന്നില്ല. ഇവനെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബേസ് വേരിയൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഒന്നും തന്നെ നമുക്കിവിടെ കിട്ടുന്നില്ല. എന്നാൽ ഇവിടെ അത്യാവശ്യം എന്തൊക്കെയോ കുറേ കൂടുതലുള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. ഈ കൂടുതൽ ഉള്ളത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. C3Xൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു പോയേക്കാം. കാരണം എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, എന്തൊക്കെ കിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചും ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ബേസ് വേരിയൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്ന 6,10,000 രൂപയാണ്. എന്നാൽ ഇപ്പം നല്ലൊരു ഓഫറുണ്ട്, അത് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു പോകാം. ആ കൂട്ടത്തിൽ തന്നെ സിട്രോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരു കാര്യം ഒന്ന് ഓർക്കുക. ബേസ് വേരിയൻ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബേസ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ അവർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഗതി. എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ ഇതിൽ അത്യാവശ്യം ആക്സസറീസ് തിക്ലി പാക്ഡ് ആണ്. എല്ലാം കമ്പനി ഫിറ്റഡ്. അതായത് കമ്പനി ഫിറ്റഡ് ആക്സസറീസിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നം വരത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ. നമുക്ക് ഈ ഫ്രണ്ട് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ്. ഈ നേരത്തെ ഞാൻ C3 വീഡിയോ ചെയ്തത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിൽ ഞാൻ ആയിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഞാനൊന്ന് ടാഗ് ചെയ്തിട്ടോളാം. നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ബൾബ് തന്നെയാണ് കിട്ടുന്നത്. ഇതിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ഡിസൈൻസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഫോഗ് ലാമ്പ്. അതായത് ഈ ഒരു ഫോഗ് ലാമ്പ് ഇതിനകത്ത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഒരു ക്രോം ഗാർണിഷ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും അത്ര ഒരു എടുപ്പ് നമുക്ക് ഇവിടെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഫോഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആദ്യം കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ബേസ് ആണ്. പക്ഷേ ഒരു ഫോഗ് ലാമ്പ് വരുമ്പോൾ തന്നെ നമ്മുടെ കളി മാറി. അടുത്തൊരു സംഗതി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോഴേ ഈ ഒരു വീൽ റിമ്മാണ്. ഇങ്ങനെ ഒരു വീൽ റിമ്മ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വളരെ ബോറാണ്. കാരണം സിട്രോണിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ വീൽ കപ്പ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ അതേണ്ടേ ഇവിടെ നിങ്ങൾക്ക് വീൽ കപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. കിടുവാണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ക്ലാഡിങ്ങും, അതായത് ഈ ഡോറിൻ്റെ ഗാർഡ് പോലെ ഇങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇതിൻ്റെ ക്ലാഡിങ്സ് വരുന്നുണ്ട്. അതും ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്നാൽ ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബേസ് വേരിയൻ്റ് എന്നും പറയും. എന്നാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയൻ്റ് അല്ലല്ലോ എന്ന് തന്നെ നമുക്കൊരു ചിന്തയുണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. അടുത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വാഹനത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ് കവേഴ്സ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഈ ഒരു സീറ്റ് കവേഴ്സ്, അത് ബാക്കിൽ മാത്രമല്ല നമുക്ക് ഫ്രണ്ട് ഉൾപ്പെടെയാണ് ഈ സീറ്റ് കവേഴ്സ് കിട്ടുന്നത്. പക്ഷേ ഒരു ബേസ് വേരിയൻ്റ് കയറിയാലോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഫാബ്രിക് ടൈപ്പ് മെറ്റീരിയലാണ് നമുക്കിവിടെ വരുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ അവൻ എത്ര കിടുവാന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. കണ്ടോ, ഈ ഒരു മെറ്റീരിയലും നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതും വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ തന്നെയാണ് അടിപൊളി. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ രണ്ട് വാഹനത്തിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഭാഗം നമുക്ക് കാണുമ്പോഴത്തേക്കും കുറച്ചൊരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്ന ഏതിനായി ഈ രണ്ടും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് തോന്നുന്നത്? ഈ ഒരു മോഡലാണോ ഈ ഒരു മോഡലാണോ? ഇതിപ്പം വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പ്രീമിയം ആയിട്ട് തന്നെ തോന്നും, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു ക്രോമിൻ്റെ ഗാർണിഷ് വരുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. ഇവിടെ ക്രോം ഗാർണിഷ് ഇല്ല. ഈ ക്രോം വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രീമിയം ആകുകയാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ നല്ലതെന്ന്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനി മെയിൻ കാര്യം കിടക്കുന്നേ ഉള്ളൂ. വാ കാണിച്ചു തരാം. ഇനി നമ്മൾ വാഹനത്തിൻ്റെ ഈ ഒരു ഡോർ ഹാൻഡിൽ ക്രോംസ് കിട്ടും. ആ ക്രോമും കൂടെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത് വരുന്നതാണത് ഈവൻ ഒരു കിടു ഐറ്റം. ഇതിനൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നതെന്നുള്ളത് തന്നെ. ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വീഡിയോസും ഒക്കെ കണ്ടുപോകാമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കേഷൻ വരാം. അതായത് നമുക്കിവിടെ ഒരു റിവേഴ്സ് ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ റിവേഴ്സ് ക്യാമറയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ ഇവിടെ ഒരു ബേസ് വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു
ഫ്രീ പോർഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ബമ്പർ കാണത്തക്ക രീതിയിൽ ഒരു ഓക്കെ ക്യാമറയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്രയും ഗുമ്മുണ്ടെന്ന് ഞാൻ പറയത്തില്ല, എന്നാൽ വിത്ത് ഗൈഡ് ലൈൻസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ബമ്പർ കാണത്തക്ക രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നു. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഒന്നുമില്ലാതെ ഒരു ബ്ലാങ്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയന്റിൽ ഇത്രയും വലിയൊരു സ്റ്റീരിയോ, കാരണം ടോപ്പ് വേരിയന്റിൽ പോലും കമ്പനി പ്രൊവൈഡ് ചെയ്ത സ്റ്റീരിയോസിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 സ്പീക്കേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി എത്ര രൂപ നമ്മൾ അഡീഷണൽ അടയ്ക്കണമെന്നുള്ളത് ചോദിക്കുമ്പോഴാണ് ശരിക്കും മൈൻഡ് ബ്ലോയിങ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനെല്ലാം കൂടെ 48,000 രൂപ നമ്മൾ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ, അതായത് 48,000 നമ്മൾ അഡീഷണൽ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇൻക്ലൂഡിങ് ഫോഗ് ലാമ്പ്, ക്രോമ, ഡോർ ഗാർഡ്സ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ക്യാമറ, 4 സ്പീക്കേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബേസ് വേരിയന്റിൽ കിട്ടുന്ന ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടെ ഒന്ന് നോക്കിയാലോ. അതായത് നമ്മളിപ്പോൾ വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് 2 ഡോർ പവർ വിൻഡോ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. 4 കിട്ടുന്നില്ല. ബേസ് ടോപ്പ് വേരിയന്റിലാണ് 4 കിട്ടുന്നത്, എന്നാൽ 2 ഡോർ പവർ വിൻഡോ കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഒരു അട്രാക്റ്റീവ് പോയിന്റാണ് ഞാൻ ഈ കാണിക്കുന്ന ഫ്ലിപ്പ് കീ കിട്ടുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഫ്ലിപ്പ് കീ ആണ് കിട്ടുന്നത്. നല്ല കാര്യമല്ലേ? കാരണം ഈ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ പ്രൈസിനുള്ള മുതൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഫ്ലിപ്പ് കീ, ലോക്ക്, അൺലോക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധാരണ കീ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ച് കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, OE സ്വിച്ച് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് OE സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, നമുക്ക് പാർക്ക്, ഹെഡ്ലൈറ്റ്, ഹൈ ആൻഡ് ലോ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ വൈപ്പേഴ്സിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഇൻ്റർവെല്ലും പിന്നെ നോർമൽ 1 and 2 സ്പീഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, അത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട്. പക്ഷേ എല്ലാം നമുക്കിവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AC വെൻസും അതിൻ്റെ AC ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. അത് ടെമ്പറേച്ചർ കൂട്ടുക, കുറയ്ക്കുക, ഫാൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, പൊസിഷൻ, ഏത് പൊസിഷനിലോട്ട് എയർ വരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കിവിടെ നോക്കാം. അതുപോലെ തന്നെ ഹസാർഡ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പാഡ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റോറേജ് കാണാം, ഇവിടെയും സ്റ്റോറേജ് കാണാം, ഇവിടെയും സ്റ്റോറേജ് കാണാം. അതായത് അത്യാവശ്യം ഒത്തിരി സ്റ്റോറേജ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് ബാക്കിലൊരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റും കൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൈക്ക് യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അഡീഷണൽ മൈക്ക്, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഞാൻ സ്ഥിരമായിട്ട് ഫിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മൈക്ക് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അഡീഷണൽ മൈക്ക് ഉണ്ട്. ഇതിന് ആൻറ്റിനയും കൂടെ വരുന്നുണ്ട്. അതായത് നമുക്കിത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ആൻറ്റിന സിഗ്നൽസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ആൻറ്റിന വരുന്നുണ്ട്. നമുക്ക് നോർമലി ഒരു ആൻറ്റിന ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു ആൻറ്റിനയും കൂടെ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുന്നത് ഒരു ബൂസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറേ കൂടെ പവർഫുൾ ആയിട്ട് തന്നെ നമുക്ക് റേഡിയോ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹാലജൻ ആണ് വരുന്നത്. ഇത് മാത്രം അല്പം മോശമായ ഒരു LED ആക്കാമായിരുന്നു എന്ന് എല്ലായിടത്തും ഞാൻ പറയുന്നൊരു സജഷൻ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലാസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. സീറ്റ് കവേഴ്സിൻ്റെ കിടു ആണെന്നുള്ളത് തന്നെ ഞാൻ പറയാം. കാരണം ലെതറേറ്റഡ് മെറ്റീരിയൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു കളർ തീമും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബീച്ച് കളറും ഒരു ബ്ലൂ കളറും, അത് നേവി ബ്ലൂ കളറുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും കാണാൻ നല്ല അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. അത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. കാരണം 6 എയർ ബാഗ് വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത മോഡൽസ് തൊട്ടൊക്കെ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിലോട്ട് ഇരിക്കാനാണെങ്കിൽ തന്നെ ഈ സീറ്റ് അത്യാവശ്യം നന്നായിട്ട് പുറകോട്ട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. എൻ്റെ ഒരു പൊസിഷനെ കഴിഞ്ഞ് ഞാൻ ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്കിവിടെ ബാക്കിലത്തെ സ്പേസ് വളരെ കിടുവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണ്ടേ ഈ ഒരു പ്രശ്നം ചിലർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഒബ്വിയസ്ലി അത് ബുദ്ധിമുട്ടാണ്. കാരണം പണ്ടൊക്കെ മാരുതി 800 യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കറക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഒരു പവർ വിൻഡോ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇവിടെയും വരുന്നുണ്ട്. ഇതൊരു പവർ വിൻഡോ ആയിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടോപ്പർ വേരിയൻസിലോട്ട് പൊക്കോണം, ബേസ് വേരിയൻറ്റിലോട്ട് വരരുത്. ബേസ് വേരിയൻറ്റിലോട്ട് വരുന്നത് നമുക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പലരും അങ്ങനെ വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി കിടുവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഞാൻ ഇന്നിപ്പം മെയിനായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 48,000 48,000 റുപ്പീസും കൂടെ നമ്മൾ അഡീഷണൽ കൊടുത്താൽ ഇപ്പോൾ ഈ പറഞ്ഞ ആക്സസറീസ് എല്ലാം ഇൻക്ലൂഡിങ് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ
സ്റ്റീരിയോ വിത്ത് സ്പീക്കേഴ്സ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടൊരു ചെറിയൊരു ഓഫറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് 30,000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും, സ്പോട്ട് ഡിസ്കൗണ്ട് 2025 വാഹനങ്ങൾ ഇവരുടെ ഇരിക്കും. ആ ലിമിറ്റഡ് സ്റ്റോക്ക് തീരുന്നവരെ ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഓഫർ കളയരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ബൂട്ടിൽ ഇലക്ട്രിക് ആയി തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വൈഡ് ഏരിയ ഉള്ളൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഒരു ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കൂടുതൽ ഏരിയ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 ഹുക്ക് ഏരിയാസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. മാക്സിമം 3 kg വരെ എന്ന് വളരെ വ്യക്തമായിട്ട് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ അവൈലബിൾ അല്ല. പാർസൽ ട്രേ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടി വരും. ഏതായാലും ഓവറോൾ ഈ ഒരു 6,10,000 രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഓഫറും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കിടുവാണ്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ബേസ് വേരിയൻറ്റിൽ ഈ ഒരു കിറ്റും കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ബേസ് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ടോപ്പ് വേരിയൻറ്റ് പോലെ, അതായത് ഇതുപോലെ ക്ലാഡിക്കൊക്കെ കൂടെ വരുന്ന കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം അതൊരു പ്രീമിയം അഥവാ ഒരു ടോപ്പ് വേരിയൻറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് സൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സിട്രോണിൻ്റെ നമ്പറും കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും.